അതിലുള്ള എല്ലാവരും ഒരേപോലെ കാണും. ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ വിശ്വസിക്കും. വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ ചിലപ്പോൾ നമുക്ക് ചതിയിൽ വീഴാം. അത് നമ്മളെ തെറ്റാണ് അല്ലേ? നമസ്കാരം. ഉപ്പും മുളകിലെ നിഷാ സാരംഗ് ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. കൗമുദി മൂവീസിൽ ഒരു ഇന്റർവ്യൂ നിഷാ സാരംഗിന്റെ കിടപ്പുണ്ട്, വന്നിട്ടൊരു 8-9 മണിക്കൂറായി. അപ്പോ നമ്മുടെ ഉപ്പുമുളകിലെ വിഷയവും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഉപ്പുമുളകിലെ വിഷയവും ഇഷ്യൂ ഒക്കെ നടന്നതിന് ശേഷം നിഷാ സാരംഗിന് ഒരു അറിവില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഓരോ റീലുകളും ഓരോരോ പോസ്റ്റുകളും ഇടുന്നതല്ലാതെ പല ഹിന്റുകൾ അവിടെ ഇവിടെയും തരുന്നതല്ലാതെ നിഷാ സാരംഗിനെ കുറിച്ച് ഒരു അറിവുമില്ല. കാരണം ഒരു ഇന്റർവ്യൂസോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ പറയുന്ന ഉപ്പുമുളകിൽ നടന്നത്, ആരാണ് പരാതിക്കാരി, ആർക്കെതിരെയാണ് പരാതി കൊടുത്തത് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൽ പിന്നീട് കുറ്റക്കാരെന്ന് ആരോപിക്കുന്ന ഈ പറയുന്ന ബാലു, അതായത് ബിജു സോപാനവും ശ്രീകുമാറിന്റെ ഭാര്യയൊക്കെ വന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെന്നെ നമ്മളെ പറ്റിച്ചതാണ്, ഇതെന്തോ ഒരു വ്യക്തിവൈരാഗ്യം തീർത്തതാണ് എന്ന തരത്തിൽ ഉള്ള രീതിയിൽ പറഞ്ഞു. ബാലു തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പിന്നെ ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അവരുടെ എന്തെങ്കിലും ചിത്രങ്ങൾ ഞാൻ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയല്ലോ, ഇത് ഒരു വ്യക്തിവൈരാഗ്യം തീർത്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ബാലു കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതും ഇവിടെ ഈ പറയുന്ന നിഷാ സാരംഗ് പറയുന്നതുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ബാലു കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സംഭവം മറ്റൊന്നുമല്ല, എന്താണ് ഈ ഡയറക്ടറിനെ, അതായത് അല്ലെങ്കിൽ ഈ ഡയറക്ടർ എഴുതുന്ന സ്ക്രിപ്റ്റിൽ ഞാൻ ചെറിയ പിന്നെ എന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു അടുപ്പം വെച്ച് ഞാൻ തിരുത്താറുണ്ട്, ഞാൻ ഡയലോഗ് മാറ്റി പറയാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നിഷാ സാരംഗും ഇവിടെ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. അപ്പോ നിഷാ സാരംഗ് കൗമുദി മൂവീസിൽ കൊടുത്ത ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ എടുത്തു വെച്ച് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ. മോൾ എനിക്ക് തോന്നുന്നു ഇതിലോട്ട് വരുന്നു തോന്നുന്നു അല്ലെ, അഭിനയിച്ചു തോന്നുന്നു. അങ്ങനെയല്ല, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിലാളി തന്നെയാണ്. അപ്പൊ അതിലുള്ള എല്ലാവരും ഒരേപോലെ കാണും. ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ട് സ്നേഹിക്കാൻ പഠിക്കുക, എളിമയോടെ നിൽക്കുക, അത്രേ ഉള്ളൂ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ ഇതിനകത്ത്? അത് നമ്മളിപ്പോ എല്ലാവരും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലായിടും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ. നമ്മളിപ്പോ ലോകത്ത് യാത്രയിൽ പോലും നമുക്ക് കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞൊരു യാത്രയാണ്. ആ ലൈഫിൽ ആ യാത്രക്കിടയിൽ പല തലത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ പോലും ചിലപ്പോൾ ചതിയിൽ വീഴാം. നമ്മൾ വിശ്വസിക്കും. വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ നമുക്ക് ചതിയിൽ വീഴാം. അത് നമ്മളെ തെറ്റാണ് അല്ലേ? ഇവിടെ പറയുന്ന വിശ്വാസവഞ്ചന എന്നുള്ള കേസാണ് പറയുന്നത്. വിശ്വാസവഞ്ചന നമ്മൾ എത്ര കൂടെ നടന്നാലും ചിലപ്പോൾ നമ്മുടെ കൂടെ നടന്ന് ചതിക്കും എന്നുള്ളതാണ് നിഷാ സാരംഗ് പറയുന്നത്. അതിനോട് തൊട്ടു മുമ്പ് ഈ ഒരു അവതാരക ചോദിച്ചത്, ഈ നിഷാ സാരംഗിന്റെ മോളൊരു യൂട്യൂബ് ചാനലും അങ്ങനെയൊക്കെ തുടങ്ങി ഈ പറയുന്ന അമ്മയുടെ പാതയിലേക്ക് കടക്കുകയാണ്. അപ്പൊ അവൾക്ക് എന്ത് ഉപദേശം കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ നിഷാ സാരംഗ് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എല്ലാവരെയും ഒരുപോലെ കാണണം. ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും ഒരുപോലെ കാണണം. ആരെയും അവിടെ എന്ത് ചെയ്തു, അവിടെ പിന്നീട് വേർതിരിവോടെ കാണരുത് എന്നാണ് നിഷാ സാരംഗ് പറയുന്നത്. മനസ്സിലായോ? ഇത് തന്നെയാണ് ഈ ബാലു കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. അതായത് ഡയറക്ടറിന്റെ ഈ സ്ക്രിപ്റ്റിൽ ബാലു കയറി എന്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ഇടപെടാറുണ്ട് എന്ന്. അപ്പൊ അതായത് ബാലുവിനും ഈ പറയുന്ന ശ്രീകുമാറിനും കൂടുതൽ പരിഗണന കൊടുക്കുകയും എനിക്ക് പരിഗണന കിട്ടാതെ വരികയും ചെയ്തു എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിഷാ സാരംഗ് പറഞ്ഞത്. അതുകൊണ്ടാണോ ഈ പറയുന്ന കേസ് കൊടുത്തത് എന്നൊരു ക്വസ്റ്റ്യൻ, എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. ബാക്കി ബാലുവും നീലുവും അല്ലെങ്കിൽ പാറക്കുട്ടിയും അമ്മയും നമുക്കൊരിക്കലും കഥാപാത്രങ്ങളല്ല. നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥാപാത്രങ്ങളല്ല, ശരിക്കും അല്ലെ ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഉണ്ടായിരുന്നു. അതെ. അത് നല്ലതാണോ? അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കഥാപാത്രം അതവിടെ കളഞ്ഞു, നെക്സ്റ്റ് കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം, വീട്ടിലേക്ക് വരുമ്പോൾ നമ്മള് അങ്ങനെയാണ് നല്ലത്. അതാണ് നല്ലത്. അപ്പൊ ഇതുപോലെ തന്നെ അപ്പോ എന്തായാലും നമ്മുടെ ആങ്കർ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന നിഷാ സാരംഗിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വിഴാൻ വേണ്ടിയിട്ട് ആങ്കർ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ആങ്കർ ചോദിക്കുന്ന മറ്റൊന്നുമല്ല, നിങ്ങളുടെ ബാലുവും നീലുവും ബാലുവും തമ്മിലുള്ള ഭാര്യ ഭർത്താവ് ബന്ധം നിങ്ങൾ അവിടെ നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു, അത് നല്ലതാണോ? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് അത് ആ ഒരു ബോണ്ടിങ് തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിഷാ സാരംഗ്
എന്താ പറയാ അങ്ങനെ ആയിരുന്നു. അപ്പം അതിപ്പം അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും ഈ ആങ്കർ ചോദിക്കുമ്പോൾ അതങ്ങനെയൊന്നുമല്ല, അതവിടെ ക്യാരക്ടറാണ്. ഞാൻ അവിടെ അഭിനയിച്ചു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ വേറൊരാള് എന്നുള്ള രീതിയിൽ വളരെ നൈസായിട്ട് നിഷാ സാരംഗ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആങ്കർ നല്ല രീതിയിൽ പരിശ്രമിച്ചു, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു, നടന്നില്ല. ഇനി ഉപ്പുമുളകിലേക്ക് ഇനി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റ്കോമിലൂടെ നിങ്ങളൊക്കെ വീണ്ടും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിഷാ സാരംഗ് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കണ്ടിരുന്ന ഒരു സിറ്റ്കോം കുറെ എന്തൊക്കെയോ ഇപ്പൊ മുടിയൻ മാറി, അതിനുശേഷം ചേച്ചി ഒരു വിഷയവുമായിട്ട് വരുന്നു. അപ്പൊ മലയാളികൾ ഒന്നടങ്കമാണ് അത് ഏറ്റെടുത്തത്. പക്ഷെ വീണ്ടും എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പൊ അത് നമ്മൾ ഇത്രയും കാലം അത്രയും ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിപ്പോ ഇങ്ങനെ തെന്നി പോകുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അത് അങ്ങനെ സംഭവിച്ചു. ഇനി നമ്മള് നെക്സ്റ്റ് എന്ന് പറയാൻ നമ്മൾക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത്, അതിലാണെങ്കിൽ അതില്ലെങ്കിൽ മറ്റൊന്നിലാണെങ്കിൽ മറ്റൊന്ന്, അല്ലെ? ജീവിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും. ഇനി ആ ഒരു ടീം സംഭവിക്കില്ലേ ഇതുപോലെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്? അറിയില്ല, അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല, നിർബന്ധമില്ല, ഇല്ലേ? അതെങ്ങനെയാണോ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ. ജീവിക്കണമല്ലോ, എന്താണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോ എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോ ഈ ആങ്കർ ചോദിച്ചെന്നാണ്, ഇനി ഉപ്പുമുളകിലേക്ക് താങ്കളെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർത്തടിച്ചുകൊണ്ട് ഞാൻ ഇനി കാണത്തില്ല എന്നൊരു മറുപടി ഒന്നും പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ പോകും, എന്നാലും എനിക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇതിനു മുമ്പും ഇങ്ങനെ ഒരു വിഷയം ഈ പറയുന്ന നിഷാ സാരംഗ് തന്നെ അവിടുത്തെ ഒരു ഡയറക്ടറുമായിട്ട് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ കോംപ്രമൈസ് ആയി അതിനകത്തോട്ട് വീണ്ടും അഭിനയിക്കാൻ വന്നു. കാരണം ഇവർക്ക് എനിക്ക് ഡെയിലി 8,000 അത്രയൊക്കെയാണ് ഇവരുടെ, 8,000 10,000 ഒന്നുമാണ് ഇവരുടെ ഫീസ്. അപ്പം ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്ന് പറയുമ്പോൾ 3-4 ലക്ഷം രൂപ കിട്ടുന്ന ഒരു നിത്യ വരുമാനമാണ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ഇതുപോലെ പിന്നെ പ്രശസ്തി ആർജിച്ച അല്ലെങ്കിൽ ഇതുപോലെ പ്രേക്ഷക പിന്തുണ നേടിയ മറ്റൊരു സിറ്റ്കോം ഒന്നും ഈ ടെലിവിഷനിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പോകും എന്നുള്ളതാണ് ഇൻഡയറക്റ്റ്. എനിക്ക് വലിയ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇതൊരു സോൾവ് ആക്കി കഴിഞ്ഞാൽ ഇനിയും ഈ പറയുന്ന നിഷാ സാരംഗിന് അതിലോട്ട് പോകാനുള്ള ആഗ്രഹം അവിടെ ഉണ്ട്, ആ ഒരു വാക്കുകളിൽ ഉണ്ട്. അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ പറയാനുള്ളത് ഇനി ഞാൻ ഇപ്പൊ അതിലുണ്ടാവില്ല എന്ന് പറയാമായിരുന്നു, പക്ഷെ അത് പറയുന്നില്ല. ഇനി നിഷ അതിലോട്ട് വരുമെന്നുള്ള കേസും എനിക്കും അറിയത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു എല്ലാ ഇന്റർവ്യൂസും ഈ പറയുന്ന പിന്നീട് ഇവിടെ നിഷാ സാരംഗ് പറയുന്നത് എന്താണ് പറയുന്ന ഒരു വിശ്വാസവഞ്ചന കാണിച്ചു, എനിക്ക് അവർക്ക് കൊടുക്കുന്ന അത്ര പരിഗണന എനിക്ക് കിട്ടിയില്ല, എന്നെ എന്ത് ചെയ്തു, എന്നെ ഒരു 2ാം കട അല്ലെങ്കിൽ എന്ത് ചെയ്തു 2ാം കട നടിയായിട്ടോ അല്ലെങ്കിൽ കണ്ടു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതുമല്ല എന്താണ് കൂടെ നിൽക്കുന്നവർ എന്നെ ചതിച്ചു എന്നുള്ള രീതിയിലാക്കാണ്. അപ്പൊ ഇതിനി അങ്ങനെ ഇതൊരു കള്ളക്കേസാണോ എന്നുള്ളത് പിന്നെ അതിനെക്കുറിച്ചൊന്നും എന്തായാലും പറയാൻ പറ്റത്തില്ല. അതെന്തായാലും ഇനി അങ്ങോട്ട് തെളിയും, കുറച്ചു കാലം കഴിയുമ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വാശിപ്പുറത്ത് കാണിച്ചതാണോ, അങ്ങനെ വാശിപ്പുറത്ത് ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കുമോ അതും അറിയത്തില്ല. എന്തായാലും ഇതിൽ എവിടെയൊക്കെയോ ദുരൂഹതകളുണ്ട്. പിന്നെ ഈ പറയുന്ന രണ്ടുപേര് പറയുന്നതിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലായത്തോളം നിഷാ സാരംഗ് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ബാലു ആയിക്കോട്ടെ, ഈ പറയുന്ന മറ്റേ പുള്ളി ആയിക്കോട്ടെ, അവരെല്ലാരും പറയുന്നതിൽ എവിടെയൊക്കെയോ സത്യങ്ങളും കുറെയൊക്കെ കള്ളങ്ങളും രണ്ട് കൂട്ടരും പറയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ശ്രീകുമാർ ആയിക്കോട്ടെ, ഈ പറയുന്ന ബിജു സോപാനം ആയിക്കോട്ടെ, നിഷാ സാരംഗ് എവിടെയൊക്കെ ഒരു ഈഗോ ഹർട്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാശി, ഒരു പകവീട്ടൽ അതൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഈഗോ ഹർട്ടായി കുറെ കള്ളങ്ങളും എല്ലാവരും പൂർണ്ണമായിട്ടുള്ള സത്യങ്ങളല്ല പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.